Welcome to Krabi. In this video, we will take you through our unforgettable adventure, right from landing at the airport to island hopping and exploring Avanai. If you are planning a trip to Thailand, this is the guide you didn't know you needed. തായ്ലൻഡ് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് TDSE ഫോം, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഷെയർ ടാക്സി ഏജൻസിനെ പുറത്ത് കാണാം. നമ്മുടെ ഹോട്ടൽ ക്രാബിൽ എവിടെയാണേലും നല്ലൊരു റേറ്റിന് നമുക്ക് ടാക്സി ഷെയർ ചെയ്തിട്ട് പോകാൻ പറ്റും. Why choose Krabi? Whether you are an adventure lover, a beach bum or someone looking just to chill under the sun, Krabi has it all. From snorkeling, kayaking to hiking and relaxing, it's less crowded than the Phuket, but equally stunning, making it perfect for families, couples and solo travelers. Krabi is one of the most beautiful provinces in Thailand. With its iconic limestone cliffs, lush jungles, turquoise waters, and more than 100 of offshore islands and beaches. The top attraction you shouldn't miss, the vibrant Avanai, where the most visitors stay, and this is the most happening place in Krabi. The Railay Beach, accessible only by boat and surrounded by giant cliffs. You also have some exciting islands like Chicken Island and Kopoda, and Phi Phi Island, made famous by the movie The Beach. Krabi isn't just about beaches and islands. It's also home to some amazing inland attractions like Emerald Pool, Krabi Night Market, Tiger Cave Temple, Mangrove Forest and Kayaking Adventure. ഞങ്ങൾ നേരെ പോകുന്നത് ആവനാങ് ബീച്ച് സൈഡ് ടൗണിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾ ക്ലൂക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തത്. ക്രാബിയിൽ ഞങ്ങൾ ആവനാങ് ചൂസ് ചെയ്യാൻ കാരണം അവിടെ നിന്ന് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാനും ഇൻലാൻഡ് അട്രാക്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാനും വളരെ ഈസിയാണ്. മാത്രമല്ല നല്ലൊരു നൈറ്റ് ലൈഫും വെക്കേഷൻ വൈബും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് ആവനാങ്. ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആൻഡമാൻ സീയുടെയും ലൈംസ്റ്റോൺ ക്ലിഫ്സിൻ്റെയും ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റും. ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് സബ്വേയിൽ കയറിയിട്ട് സാൻഡ്വിച്ച് കഴിച്ചു. റോഡ് സൈഡിൽ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് ആർട്ട് ഷോപ്പ് കാണാൻ കഴിഞ്ഞു. അവിടെ അവർ ലൈവായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ് ടു വാച്ച്. റൂമിൽ നിന്ന് ബീച്ചിലേക്ക് ജസ്റ്റ് 2 മിനിറ്റ് വാക്ക് മാത്രമാണുള്ളത്. Avanang is truly the heart of Krabi tourism. A vibrant beachside town filled with cozy cafes, relaxing massage spots, delicious street food, and rows of long-tail boats ready to take you on island hopping adventures. The beach here is perfect for evening walks, mesmerizing sunsets, and exciting fire shows at night. ഇവിടുത്തെ ലോക്കൽ കറൻസി എന്ന് പറയുന്നത് തായ് ബാത്താണ്. കറൻസി എക്സ്ചേഞ്ചും ATMസും എല്ലായിടത്തും കാണാൻ പറ്റും. എന്നാലും ഐലൻഡ്സിലോട്ടോ അല്ലെങ്കിൽ റിമോട്ട് സ്പോട്ടിലോട്ടോ ഒക്കെ പോകുന്ന സമയത്ത് കുറച്ച് ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് റെയിലേ ബീച്ചിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് ബോട്ട് എടുത്തിട്ട് മാത്രമേ എത്താനാവൂ. ബീച്ച് സൈഡിൽ തന്നെ ആവനാങ് ലോങ് ടൈൽ ബോട്ട് സർവീസ് ക്ലബ്ബ് കാണാം. ഇവിടെ നിന്ന് റെയിലേ ബീച്ചിലേക്കുള്ള ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. ഡേ ടൈം ഒരാൾക്ക് 100 ബാത്തും ആഫ്റ്റർ 6 PM 150 ബാത്തുമാണ് വരുന്നത്. ഐലൻഡ് ഹോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത് നല്ലതായിരിക്കും. കാരണം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഏകദേശം 15 മിനിറ്റ് യാത്രയുണ്ട് റെയിലേ ബീച്ചിലേക്ക്. As we cruised across the turquoise waters in a traditional long-tail boat, the limestone cliffs slowly came into the view. It was the perfect way to travel. വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് ലൈംസ്റ്റോൺ ക്ലിഫ്സ് നേരിട്ട് കാണാൻ.
ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റെയിൽവേ ബീച്ചിലെത്തിയപ്പോൾ. ദ ഹോൾ പ്ലേസ് ആഡ് എ കാം ആൻഡ് ഗോൾഡൻ ഗ്ലോ. ഞങ്ങൾ സ്ട്രീറ്റ് വാക്കിലേക്ക് കയറിയപ്പോൾ തന്നെ വൈബ് കംപ്ലീറ്റ്ലി ചേഞ്ച്. മ്യൂസിക്സ്, കഫേസ്, വാം ലൈറ്റ്സ് ആൻഡ് എ റിലാക്സ്ഡ് ഹോളിഡേ ബസ് ഓൾ അറൗണ്ട്. നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡ്സ് കാണാൻ പറ്റും. ഇതാണ് റെയിൽവേ ബീച്ചിലുള്ള മെർമെയ്ഡ് സ്റ്റാച്യു. ഇതിവിടുത്തെ ഒരു ഫോട്ടോ സ്പോട്ടാണ്. റെയിൽവേയെ 4 പ്രധാന ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൺസെറ്റ് കാണാനും സ്ട്രീറ്റ് വാക്കിങ്ങിനും റെയിൽവേ വെസ്റ്റ് ബീച്ച്, നൈറ്റ് ലൈഫിനും ഡൈനിങ്ങിനും റെയിൽവേ ഈസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള കേവും പ്യുവർ വൈറ്റ് സാൻഡുമുള്ള ഫ്രാൻ ആൻഡ് ബീച്ച്, ആൻഡ് ടോൺസായ് ബീച്ച് ഫോർ റോക്ക് ക്ലൈംബേഴ്സ്. ഇവിടെ തെരുവിലൂടെ നടക്കുമ്പോൾ കൗതുകമായി തോന്നുന്ന ഒരു കാര്യമാണ് ഈസ് ഹൗ ഓപ്പൺലി മരുവാന ഈസ് സോൾഡ്. യെസ്, ഇറ്റ്സ് ലീഗൽ ഇൻ തായ്ലൻഡ്. അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും അതിൻ്റെ ഷോപ്പുകൾ കാണാം. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലോക്കൽ വൈബ്. And just like that, it was time to say goodbye to railway. ഞങ്ങൾ വീണ്ടും ഒരു ലോങ് ടൈൽ ബോട്ട് കയറി. ഞങ്ങൾ എത്തുമ്പോഴേക്കും ദ ടൗൺ വാസ് ഓൾറെഡി ലിറ്റ് അപ്പ്. ആവനാങ്ങിലെ ഒരു ഹൈലൈറ്റ് ആണ് ഈ ഫയർ ഷോ. ഈ ഫയർ ഷോകൾ കൂടുതലും നടത്തുന്നത് ഇവിടുത്തെ ലോക്കൽ തായ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. ദേ വർക്കിംഗ് വിത്ത് നിയർ ബൈ ബാർസ് ആൻഡ് റിസോർട്ട്സ്. ഞങ്ങൾ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ മുവായ് തായ് ഫൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രക്ക് ഞങ്ങൾ പാസ് ചെയ്തു. മുവായ് തായ് തായ്ലൻഡിലെ ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്സ് ആണ്. ക്രാബിയിൽ നിരവധി മുവായ് തായ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ മിക്സ് ഓഫ് കൾച്ചർ, ഫിറ്റ്നസ് ആൻഡ് ഡിസിപ്ലിൻ. ശേഷം ഞങ്ങളൊരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളിലെത്തി ഫോർ ദിസ് ഡെലീഷ്യസ് തായ് ബനാന റൊട്ടി. ഒരു തിന്നായിട്ടുള്ള മൈദ ഷീറ്റ് സ്പ്രെഡ് ചെയ്ത് അതിൽ എഗ്ഗ്, പഴം അല്ലെങ്കിൽ ചോക്ലേറ്റ് നിറച്ച് ബട്ടർ കൂട്ടി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണിത്. പുറത്ത് നല്ല ക്രിസ്പിയാണ് ആൻഡ് സോഫ്റ്റ് ഇൻസൈഡ്. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ചെറിയ സ്റ്റോൾസ് കണ്ടു. ഓഫറിംഗ് ഡേ ടൂർ ബുക്കിംഗ്സ് ഫോർ ഐലൻഡ് ഹോപ്പിംഗ്സ് ഓർ ജംഗിൾ അഡ്വഞ്ചേഴ്സ്. സ്റ്റോൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡേ ട്രിപ്സ് ഈസി ആയിട്ട് പ്ലാൻ ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് ദ ക്ലൂക്ക് ആപ്പ് വെദർ യു ആർ പ്ലാനിങ് എ ഡേ ട്രിപ്പ് ടു നിയർ ബൈ ഐലൻഡ്സ് ഓർ എ ജംഗിൾ സഫാരി ഓർ എനി ആക്ടിവിറ്റി ഇൻ ക്രാബി. We paused for a moment when we heard the familiar tune of Nothing Else Matters by Metallica. ശേഷം തായ്ലൻഡിലെ മോസ്റ്റ് ഫേമസ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോളിലെത്തി. മാംഗോ സ്റ്റിക്കി റൈസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടില്ല. സോ ഫൈനലി ഇന്ന് നമ്മൾ സ്റ്റിക്കി റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. എല്ലാവരും പറയുന്ന പോലെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പെർഫോമേഴ്സിനെ കണ്ടു. ഡ്രസ്ഡ് ഇൻ ഡാസ്ലിംഗ് കോസ്റ്റ്യൂംസ്. അവർ ടൂറിസ്റ്റുകളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. ഫോട്ടോ എടുക്കുന്നതിന് ചെറിയ ടിപ്പ് കൊടുക്കുകയും വേണം. സ്ട്രീറ്റിൽ എല്ലായിടത്തും സ്ലാംഡ് ട്രക്സ് കാണും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ സ്ട്രീറ്റ് കൾച്ചർ. എക്സ്പ്ലോറിങ്ങിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. റോഡ് സൈഡിൽ നിന്ന് ഒരു ബാംബു കോക്ടെയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു.
served in a tall bamboo cup with ice, fruit slices, and a tiny umbrella on top. Mocktail, my ഒരുപാട് നടന്നതായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഷവർമ സ്റ്റോൾ കണ്ടപ്പോൾ അവിടെ കയറി ഒരു തുർക്കി ഷവർമ കഴിച്ചു. ഷവർമയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. രാവിലെ നേരത്തെ തന്നെ റോഡിൽ ടൂറിസ്റ്റ് ട്രക്സും വാനുകളും ഡേ ട്രിപ്സിന് വേണ്ടിയിട്ട് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റോഡ് സൈഡിലുള്ള ഒരു സ്റ്റോളിൽ നിന്ന് ഞങ്ങൾ ഫുക്കറ്റിലേക്കുള്ള ഒരു ഷെയർ ടാക്സി ബുക്ക് ചെയ്തു. ടാക്സി വരുന്നതിന് മുമ്പ് കുറച്ച് നേരം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. ഫൈനലി ഞങ്ങളുടെ ടാക്സി വന്നു. It was time to say goodbye to Krabi. We began our journey to Phuket. Stay tuned for the next episode.